അതിർത്തി കടന്ന് വ്യാപകമായി ലഹരി ഒഴുകുന്നതായി ആക്ഷേപം. ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് പരിശോധനകൾ കാര്യക്ഷമമല്ലാത്തതാണ് ലഹരി സംഘങ്ങൾക്ക് തുണയാകുന്നത്. അതിർത്തിക്കപ്പുറത്തുനിന്ന് സംസ്ഥാനത്തേക്ക് കഞ്ചാവും രാസലഹരികളും നിർബന്ധം കടന്നു വരുമ്പോൾ അത് ഫലപ്രദമായി തടയാൻ ആധുനിക സംവിധാനമൊന്നുമില്ലാത്തതാണ് എക്സൈസിനെ വലയ്ക്കുന്നത്. ജില്ലയിൽ കമ്പംമെട്ട്, ബോഡിമെട്ട്, കുമിളി എന്നീ തമിഴ്നാട് അതിർത്തികളിൽ ലഹരികടത്ത് കണ്ടെത്താൻ എക്സൈസ് പരിശോധനകൾ തുടരുന്നുണ്ടെങ്കിലും പിടികൂടുന്നത് വളരെ തുച്ഛം മാത്രമാണ്. ചരക്കു വാഹനങ്ങളിൽ സാധനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചും വിവിധ ജോലികൾക്കെത്തുന്ന സ്ത്രീ തൊഴിലാളികൾ വഴിയും ആഡംബര വാഹനങ്ങളിലുമാണ് മാരക ലഹരി മരുന്നായ MDMA ഉൾപ്പെടെ അതിർത്തി കടക്കുന്നത്. ഇത് കണ്ടെത്താൻ അതിർത്തിയിൽ സംവിധാനമൊന്നും നിലവിലില്ല. വാഹന ശരീര പരിശോധനകൾ വഴി ജീവനക്കാർ കണ്ടെത്തുന്നത് മാത്രമാണ് ഇപ്പോൾ പിടികൂടുന്നവയുടെ ലിസ്റ്റിൽ വരുന്നത്. ഓരോ ദിവസവും നൂറുകണക്കിന് വാഹനവും ആയിരക്കണക്കിന് യാത്രക്കാരുമാണ് അതിർത്തി വഴി കേരളത്തിലേക്ക് കടക്കുന്നത്. ഇവരെ പരിശോധിക്കുവാൻ 3 ചെക്ക് പോസ്റ്റുകളിലുമായി ആകെയുള്ളത് 50-ൽ താഴെ എക്സൈസ് ഉദ്യോഗസ്ഥരാണ്. ഇവിടങ്ങളിൽ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ ഒഴിവ് വന്നിട്ട് വർഷങ്ങൾ കഴിയുകയാണ്. ഈ ഒഴിവുകൾ ഇനിയും നികത്തിയിട്ടില്ല. രാസലഹരി ഉൾപ്പെടെ മണത്തറിയാൻ ശേഷിയുള്ള ഡോഗ് സ്ക്വാഡ് പോലീസിന് സ്വന്തമായി ഉണ്ടെങ്കിലും വല്ലപ്പോഴും മാത്രമാണ് ഇവയുടെ സേവനം ചെക്ക് പോസ്റ്റുകളിൽ ലഭിക്കുക. ആധുനിക ഉപകരണങ്ങളും ഡോഗ് സ്ക്വാഡും ലഹരികടത്ത് കുറ്റവാളികളെ പതിവായി നിരീക്ഷിക്കുവാനുള്ള സംവിധാനവും കാര്യക്ഷമമായാലേ അതിർത്തി വഴിയുള്ള ലഹരികടത്ത് തടയാനാവൂവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.